ഹലോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കിയ ഒരു വമ്പൻ സംഭവത്തെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകളായി അവിടെ വേരുറപ്പിച്ച പഴയ രാഷ്ട്രീയ സമവാക്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം ദളപതി വിജയ് എങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ സുനാമി സൃഷ്ടിച്ചത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ഒരു പുതിയ പാർട്ടിയുടെ വരവ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ ഭാവിയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാണാൻ റെഡിയായിക്കോളൂ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: കാലാകാലങ്ങളായി തമിഴ്നാട് ഭരിക്കുന്ന ആ വലിയ ദ്രാവിഡ പാർട്ടികളുടെ കോട്ട തകർക്കാൻ വെറുമൊരു സിനിമാ സൂപ്പർ സ്റ്റാറിന് കഴിയുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനു മുൻപ് വമ്പന്മാരായ പലർക്കും കഴിയാതിരുന്ന ആ ഒരു മാജിക് ഈ പുതിയ എൻട്രിയിലൂടെ സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുന്നത്. ശരി, നമുക്കിതിലേക്ക് കടക്കാം. തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയും അതിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ മാറ്റവും നമുക്കൊന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ DMKയും AIADMKയും തമ്മിലുള്ള വലിയൊരു പോരാട്ട വേദിയാണ് കാലങ്ങളായി തമിഴ്നാട്. കോൺഗ്രസും BJPയും ഒക്കെ കേന്ദ്രത്തിൽ എത്ര വലിയ പവർ കാണിച്ചാലും തമിഴ്നാട്ടിലെ ഈ പ്രാദേശിക കോട്ടകളെ ഒന്ന് തൊടാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിജയ് തൻ്റെ പുതിയ പാർട്ടിയായ തമിഴക വെട്രി കഴകം, അതായത് TVK ഇറക്കിയതോടെ അവിടെ വലിയൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള ഒരു വലിയ തരംഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായ എക്സിറ്റ് പോൾ കണക്കുകളിലൂടെ ഒന്ന് പരിശോധിക്കാം. വെറും ഊഹാപോഹങ്ങളല്ല കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൃത്യമായ പ്രവചനങ്ങൾ നടത്തുന്ന ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട പുതിയ എക്സിറ്റ് പോൾ വിവരങ്ങളാണിത്. ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു നമ്പർ ഇതാണ്: 118. തമിഴ്നാട്ടിൽ ആകെയുള്ള 234 നിയമസഭാ സീറ്റുകളിൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കണമെങ്കിൽ വേണ്ട ആ ഒരു മാജിക് നമ്പറാണ് ഈ 118. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം അനുസരിച്ച് വിജയിയുടെ TVKയ്ക്ക് 98 മുതൽ 120 സീറ്റുകൾ വരെ കിട്ടിയേക്കാം. അതായത് TVK അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭരണകക്ഷിയായ DMK സഖ്യത്തിന് 92 മുതൽ 110 സീറ്റുകൾ വരെയും, എന്നാൽ AIADMKയ്ക്ക് വെറും 22 മുതൽ 32 സീറ്റുകൾ വരെയും മാത്രമാണ് അവർ പ്രവചിക്കുന്നത്. വിജയിയുടെ ഈ മാസ് എൻട്രി AIADMK എത്രത്തോളം ബാധിച്ചു എന്ന് ഈ കണക്കുകൾ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സീറ്റുകളുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി വോട്ട് വിഹിതവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള റേസും എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാറ്റത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ വെറും സീറ്റുകൾ മാത്രം പോരാ, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഈ വോട്ട് ഷെയർ നോക്കിക്കേ, ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. TVKയ്ക്കും ഭരണകക്ഷിയായ DMK സഖ്യത്തിനും കൃത്യം 35% വീതം വോട്ടുകൾ കിട്ടുമെന്നാണ് സർവേ പറയുന്നത്. ഒരു പുതിയ പാർട്ടി ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ വന്ന് 35% വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതേസമയം പഴയ പവർ ഹൗസായ AIADMKയുടെ വോട്ട് വെറും 23% താഴേക്ക് പോയിരിക്കുകയാണ്. അടുത്തതായി ജനങ്ങൾക്ക് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന സർവേ ഫലമാണ്. നിലവിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനേക്കാൾ ഒരൽപ്പം മുന്നിലെത്തിയിരിക്കുന്നത് വിജയാണ്. അതായത് പുതിയ CM-ആയി വിജയെ 37% പേർ സപ്പോർട്ട് ചെയ്യുമ്പോൾ 35% ആളുകളാണ് സ്റ്റാലിനെ പിന്തുണയ്ക്കുന്നത്. ഇത് വെറുമൊരു സൂപ്പർ സ്റ്റാർ ഇമേജ് മാത്രമല്ല, ജനങ്ങൾക്ക് വിജയോടുള്ള ആ ഒരു വിശ്വാസം കൂടിയാണ് കാണിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന് വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം AIADMK നേതാക്കൾ വിജയുടെ പാർട്ടിയുമായി സഖ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. തങ്ങൾക്ക് എന്തായാലും ഭരണം കിട്ടില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ AIADMK നടത്തുന്ന ഒരു വലിയ തന്ത്രമാണിത്. വിജയോടൊപ്പം ചേർന്ന് ഒരു കിങ് മേക്കറായിട്ടെങ്കിലും നിൽക്കാനും പൂർണ്ണമായൊരു തകർച്ച ഒഴിവാക്കാനുമുള്ളൊരു ശ്രമമായാണ് നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ശരി, തമിഴ്നാടിൻ്റെ ഈ ചരിത്രത്തിൽ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ആ ഒരു വലിയ കണക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. തമിഴ്നാട്ടിൽ സിനിമക്കാരെ രാഷ്ട്രീയത്തിൽ വരുന്നത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു സക്സസ് എങ്ങനെയുണ്ടായി? ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നത് ജനങ്ങളുമായുള്ള കണക്ഷൻ എത്രത്തോളം പ്രധാനമാണെന്നാണ്. ഉദാഹരണത്തിന് 2013 അരവിന്ദ് കെജ്രിവാൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ജനങ്ങളുമായുള്ള ബന്ധവും വെച്ച് അദ്ദേഹം വലിയ പാർട്ടികളെ ഞെട്ടിച്ചു. മറുവശത്ത് നോക്കിയാൽ ഇത്ര വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടും പ്രശാന്ത് കിഷോറിന് സ്വന്തം സംസ്ഥാനമായ ബീഹാറിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഇല്ലായിരുന്നു. എന്നാൽ വിജയുടെ കാര്യം അങ്ങനെയല്ല. സിനിമയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ വൈകാരിക ബന്ധം രാഷ്ട്രീയത്തിൽ വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണെന്നാണ് സർവേകൾ പറയുന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ ഡാറ്റ വിജയുടെ ഈ വലിയ കുതിപ്പിനെ MGR, NT രാമറാവു തുടങ്ങിയ വമ്പന്മാരുടെ ചരിത്രപരമായ വിജയങ്ങളോടാണ് കമ്പയർ ചെയ്യുന്നത്. DMKയിൽ നിന്നും പുറത്തു വന്നപ്പോൾ MGR സ്ത്രീകളെയും യുവാക്കളെയും തൻ്റെ മക്കളിയക്കം വഴി വളരെ എളുപ്പത്തിൽ ആകർഷിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ
അതേ ചരിത്രവും തന്ത്രവുമാണ് ഇപ്പോൾ വിജയിലൂടെ ആവർത്തിക്കുന്നത് എന്നാണ് ഈ നിരീക്ഷണം നമ്മോട് പറയുന്നത്. ഇനി ഈ തരംഗത്തിന് പിന്നിലെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നോക്കാം. യുവജനങ്ങളുടെ പങ്കും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും. അപ്പോൾ ഏറ്റവും നിർണായകമായ പോയിന്റ് ഇതാണ്. 18നും 19നും ഇടയിൽ പ്രായമുള്ള ആദ്യമായി വോട്ട് ചെയ്യുന്ന യുവാക്കളിൽ 68% പേരും വിജയിയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഡാറ്റ പറയുന്നത്. ഇതൊരു അസാധ്യ കണക്കാണ് കേട്ടോ. പഴയകാല ദ്രാവിഡ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഈ പുതിയ തലമുറ ചിന്തിക്കുന്നത്. അവർ മാറ്റത്തിനും വികസനത്തിനുമാണ് മുൻഗണന നൽകുന്നത്. വിജയ് എന്ന ആ ഒരൊറ്റ യൂത്ത് ഐക്കണിലേക്ക് ഈ വോട്ടുകൾ ഒന്നടങ്കം പോയിരിക്കുകയാണ്. ഇതൊരിക്കലും ഒറ്റ രാത്രി കൊണ്ടുണ്ടായ മാറ്റമല്ല. വിജയ് പാർട്ടി തുടങ്ങിയിട്ട് വെറും 2 വർഷമേ ആയുള്ളൂ. എങ്കിലും കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹത്തിന്റെ ഫാൻസ് ക്ലബ്ബുകൾ ഒരു സൈന്യത്തെപ്പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവർ വെറുതെ പോസ്റ്റൊട്ടിക്കാനും പാലഭിഷേകം നടത്താനും മാത്രമല്ല പോയത്. ഗ്രാമങ്ങളിൽ ലൈബ്രറികളുണ്ടാക്കുക, കുട്ടികൾക്ക് ഫ്രീ ട്യൂഷൻ കൊടുക്കുക, സാധാരണക്കാരുടെ ആശുപത്രി ചെലവുകൾ നോക്കുക തുടങ്ങി യാതൊരു ബഹളവുമില്ലാതെ അവർ ചെയ്ത ആ ഗ്രൗണ്ട് വർക്കാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതായി ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിനപ്പുറം ഇത് മറ്റൊരു പ്രധാന കാര്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. കെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ BJP ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഒരു ഓൾട്ടർനേറ്റീവ് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു. എന്നാൽ വിജയുടെ ഈ ശക്തമായ കടന്നുവരവോടെ ആ വോട്ട് ബാങ്കിന്റെ വലിയൊരു ശതമാനവും ഒറ്റയടിക്ക് TVKയിലേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇനി അവസാനമായി ഈ ഇലക്ഷനിൽ വിജയ് ശരിക്കും കിങ് ആകുമോ അതോ കിങ് മേക്കർ ആകുമോ എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പ്രവചനാതീതമായൊരവസ്ഥ. മെയ് 4-ന് വരുന്ന റിസൾട്ടിനായി ഇന്ത്യ മുഴുവൻ വെയിറ്റിംഗ് ആണ്. ആർക്കും 118 എന്ന മാജിക് നമ്പർ കിട്ടിയില്ലെങ്കിൽ എന്താകും അവസ്ഥ? ആരുമായും സഖ്യത്തിനില്ലെന്ന് പറഞ്ഞ വിജയ് ഫലം വരുമ്പോൾ AIADMKയുടെ സപ്പോർട്ടോടെ തമിഴ്നാടിന്റെ കിങ് ആകുമോ അതോ കിങ് മേക്കർ ആകേണ്ടി വരുമോ? തമിഴ്നാട് ശരിക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഈ ഫലങ്ങൾ തെളിയിക്കും. അപ്പോൾ ഈ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്? മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.